ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത്, ഓരോ പാട്ട് കേൾക്കുമ്പോഴും നിന്റെ വേദന തരുന്ന ഓർമ്മകൾ എന്നെ കരയിപ്പിക്കുന്നു. എന്താണ് നോക്കിയാലോ? പാട്ട് കേൾക്കാൻ പറ്റുന്നത് എന്താണ് നോക്കിയാലോ? റീഡിങ്ങിലേക്ക് പോകാം. Six of Swords, Three of Swords, Two of Swords. സോഡിൻ്റെ കളിയാണല്ലോ ഇന്ന്. നൈറ്റ് ഓഫ് കപ്പ്, Two of Pentacles, Page of Wands, Star, Two of Cups, Six of Wands, Five of Wands, Strength, Moon, Three of Wands. ഫസ്റ്റ് കാർഡ് സിക്സ് ഓഫ് സോഡാണ്. ഒരു പാസ്റ്റിൽ നടന്ന എല്ലാം ഒന്ന് മറന്ന് മുന്നോട്ടേക്ക് പോകണം. അപ്പം പല ഭയങ്കര വേദനയിലൂടെയെല്ലാം നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അത്രയും വേദനയിലൂടെ പോയിക്കൊണ്ടേ പല വേദനയിലൂടെയുമാണ് കടന്നു പോയത്. പക്ഷേ ഇനി അത് പാസ്റ്റിനെല്ലാം മറന്ന് മുന്നോട്ട് പോകുകയാണ്. ഒരു പരിവർത്തനം, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഇതിൽ ഒരു ആശ്വാസം, ഇതിൽ നിന്നെല്ലാം ഒരു മോചനം വേണം ആ വ്യക്തിക്ക് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഉണ്ടായ ഇഷ്യൂവിൽ നിന്നെല്ലാം ഒരു പുറത്തോട്ട് വരണം, ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളെ ഒരു ചോയ്സായി കണ്ട് തെപ്പാട്ടി പറയുന്നത് പോലെ എടുത്തു ചാടിയ ഒരു വ്യക്തിയാണ്. അതാണ് സിക്സ് ഓഫ് സോഡിൽ ഓർക്കുന്നത്. അപ്പുറമാണ് അക്കരെ പച്ച കണ്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷേ പറ്റിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പുറമാണ് എല്ലാം പച്ചപ്പെന്ന് വിചാരിച്ചിട്ട് തെപ്പാട്ടി പറയുന്നത് പോലെ എടുത്തങ്ങ് ചാടിയ പോലെ തിരിച്ച് ഇങ്ങോട്ട് ചാടാനും പറ്റുന്നില്ല. അങ്ങനെ വിഷമിക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ സിക്സ് ഓഫ് സോഡ്. തേർഡ് പാർട്ടി ഒരിക്കൽ കെണിയിൽ അങ്ങ് വീണുപോയി. നെക്സ്റ്റ് ത്രീ ഓഫ് സോഡാണ്. അധികം തകർന്ന വേദന, അത്രയും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ. ത്രീ ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ ത്രീ സോഡ് കുത്തിയിറക്കിയ വേദന അനുഭവിക്കുകയാണ്. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, ഒരു വിശ്വാസ വഞ്ചന എല്ലാം കാണിച്ചിട്ട് തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടീൻ്റെ കാർഡ് കൂടിയാണ്. തേർഡ് പാർട്ടി പറഞ്ഞതുപോലെയാണ് ചെയ്തത്. ഒരു കാർമിക സിറ്റുവേഷൻ ആണ്. ആ വ്യക്തിയുടെ വിഷമത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി. നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് തേർഡ് പാർട്ടീൻ്റെ കൂടെ എടുത്ത് ചാടി അങ്ങ് പോയി. അപ്പുറമാണ് എല്ലാം എന്ന് വിചാരിച്ച് പോയി. പക്ഷെ തിരിച്ച് പിന്നെ വരാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങൾ കാണുന്നത്. കാണിച്ച തെറ്റ്. തേർഡ് പാർട്ടി പല കണിയും ഒരുക്കി അതിൽ വീണ് കൊടുത്തു. അത് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ അങ്ങനെ വേദനിപ്പിക്കാൻ ആ വ്യക്തിക്ക് ഹാർട്ട് നുറുങ്ങുന്ന വേദനയിലാണ് ആ വ്യക്തി ഉള്ളത്. അത്രയും വേദനയിലാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഹൃദയം തകർന്ന വേദന നിങ്ങൾ ഓർക്കുമ്പം ആ വ്യക്തിക്ക്
നിങ്ങൾ സെപ്പറേറ്റ് ആയത് ആ വ്യക്തിയെ കൊല്ലുന്ന വേദനയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. യാത്രയിലും മറ്റും ആ വ്യക്തിക്ക് ഒരു പാട്ട് പോലും കേൾക്കാൻ പറ്റുന്നില്ല. എന്താ, ഇപ്പം കണ്ണ് നിറയും. ഒരു പാട്ട് യാത്രയിലെല്ലാം ഒരു പാട്ടെല്ലാം കേൾക്കുമ്പം ഇപ്പോൾ കണ്ണ് നിറയുന്നൊരവസ്ഥയാണ്. എവിടെ നോക്കിയാലും നിങ്ങളുടെ ഓർമ്മകളാണ് ആ വ്യക്തിനെ വേട്ടയാടുന്നത്. അത്തരത്തിൽ ഈ ടു ഓഫ് കപ്പ് പോലത്തെ സ്നേഹം നിങ്ങൾ കൊടുത്തതാണ്. അപ്പം അതിനെ മറന്നിട്ട് തേർഡ് പാർട്ടി പറയുന്ന അപ്പുറം പച്ചപ്പാണെന്ന് വെച്ച് പോയി. ഇപ്പം ആ വ്യക്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയിലെല്ലാം ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ആ വ്യക്തിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പുകയാണ്. എവിടെ നോക്കിയാലും നിങ്ങളുടെ ഓർമ്മകൾ. രാത്രിയിലാ നിന്നെ ഓർത്ത് ഞാൻ കരയാറുണ്ട് എന്നാണ് പറയുന്നത് ആ വ്യക്തി. എന്നെ ഓർത്തിട്ട് ഞാൻ രാത്രികളിൽ ഓരോ രാത്രിയിലും കരയാറുണ്ട്. എൻ്റെ എല്ലാ ശക്തിയും നീയായിരുന്നു. നീ ഉള്ളപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയിരുന്നില്ല. നിന്നെ ഒരു ഓപ്ഷനായിട്ടാണ് കണ്ടത്. തേർഡ് പാർട്ടി എന്ത് ചെയ്തു? തേർഡ് പാർട്ടി ഓരോ കെണി ഒരുക്കുന്നതിന് അതിൽ പോയി വീഴും. അതാണ് തേർഡ് പാർട്ടിയാണ് ശരിയെന്ന് വിചാരിച്ച് തേർഡ് പാർട്ടി ഒരുക്കുന്ന കെണിയിനെല്ലാം പോയി വീണ്. അതാണ് ഇപ്പം 3 years old കുത്തി ഇറക്കിയ വേദന അനുഭവിക്കുന്നത്. തേർഡ് പാർട്ടി നമ്മൾ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കി. തേർഡ് പാർട്ടി ഇപ്പം ചിരിക്കുന്നുണ്ടാവും. ആ വ്യക്തി ചോദിക്കുന്നത്, നീ എനിക്ക് മാപ്പ് തരില്ലേ? നീ എൻ്റെ എന്നേക്കുമായി അകന്നു പോകുമെന്നാണ് ആ വ്യക്തിക്ക് ഭയം. ഇവിടെ 3 കാർഡ് കിട്ടിയിരിക്കുന്നത്. അത്രയും ഭയക്കുന്നുണ്ട്. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. നീ എത്രമാത്രം നീ വേദനിച്ചിട്ടുണ്ടാവും എന്നാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത. ഇതെല്ലാം ഇപ്പം ആ ചിന്ത വരുന്ന. അന്നേരം അപ്പുറ പച്ചപ്പ് എന്ന് വിചാരിച്ചിട്ട് പോയി. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പം ആ വ്യക്തി ഇപ്പം സമാധാനിക്കുന്നത്, നിനക്ക് ഒരിക്കൽ എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പെങ്കിലും ഒരു സമയത്ത് അത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ തേർഡ് പാർട്ടി ഒരുക്കിയ കണിയിൽ ഞാൻ വീണുപോയി. തേർഡ് പാർട്ടി പല കണിയും ഒരുക്കിയിട്ടാണ് ഇങ്ങനത്തെ എല്ലാം ചെയ്യിപ്പിച്ചത്. അപ്പം അതിൽ വീണുപോയി. അപ്പുറം പച്ചപ്പാണെന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടിയാണ് നല്ലതെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അതന്നെ. അപ്പം 3 years old എന്ന് പറഞ്ഞാൽ അത്ര ഹൃദയവേദന, അങ്ങേ അറ്റത്തെ വേദന. നെക്സ്റ്റ് കാർഡ് 2 of swords ആണ്. 6 of swords, 3 of swords, 2 of swords. സോഡിൻ്റെ കളിയാണ് ഇവിടെ കേട്ടോ. ഫസ്റ്റ് കാർഡ് തന്നെ അങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കാർഡ് 6 of swords, 3 of swords, നെക്സ്റ്റ് 2 of swords. അപ്പം 2 of swords നെക്സ്റ്റ്. കൺഫ്യൂഷൻ. ആ വ്യക്തിക്ക് ആകെ ഒന്നും മനസ്സിലായിട്ടില്ല. തേർഡ് പാർട്ടീൻ്റെ ആ ബ്ലാക്ക് മാജിക്കിൽ ആ വ്യക്തിക്ക് എവിടെ പോകണം, എങ്ങനെ പോകണം, ആര് പറയുന്നതാണ് ശരി, ഒന്നും ആ വ്യക്തിക്ക് മനസ്സിലാവാത്ത കൺഫ്യൂഷനിലായിപ്പോയി ആ വ്യക്തി. അപ്പം ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം കുറ്റബോധം. നിങ്ങളോട് മിണ്ടാൻ വന്നാൽ നിങ്ങൾ മിണ്ടുവോ, നിങ്ങൾ എന്ത് ചെയ്യുമോ, ഒന്നുമില്ല. എല്ലാം കൂടി കൺഫ്യൂഷൻ അടിച്ചിട്ട് അങ്ങനെ കൺഫ്യൂഷനിൽ അങ്ങനെ ഉറക്കമില്ലാതെ കണ്ട് ഭയന്ന് അത്രയും വിഷമിച്ച് നിൽക്കുന്നതാണ് 2 of swords. കൺഫ്യൂഷൻ അടിച്ചിട്ട് അക്കരെ പച്ച കണ്ടു പോയൊരു വ്യക്തിയുടെ ഇതാണ് ഇവിടെ കാണുന്നത്. വേദന അനുഭവിക്കുന്ന വേദനയാണ് ഇവിടെ. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്പാണ്. ആ വ്യക്തി ഒരു സെൻസിറ്റീവായ ഒരു വ്യക്തിയാണ്. വാത്സല്യമുള്ളൊരു സ്നേഹമാണ്. എന്താ വെച്ചാൽ ഇവിടെ 2 of കപ്പാണ്. നിങ്ങൾ രണ്ടുപേരും മിററിംഗ് ആയ നല്ലൊരു സ്നേഹമാണ്. ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ 2 of കപ്പ് രണ്ടുപേരുടെയും സ്നേഹം അതിശക്തമായ സ്നേഹമാണ്. അപ്പം നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്പിൽ ആ വ്യക്തി പറയുന്ന വ്യക്തി നല്ല മനസ്സുള്ള വ്യക്തിയാണ്. അത്രയും സഹാനുഭൂതി എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. ഇങ്ങനെ പറ്റിപ്പോയതാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് അപ്പോൾ അതാണ് ഇത്രയും സങ്കടം ആ വ്യക്തി അനുഭവിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി ഉള്ളിൽ. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വരുമായിരിക്കും, വരാൻ വേണ്ടി. നിങ്ങളൊന്ന് വന്ന് കിട്ടിയാൽ മതി. അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് തുറന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കിയാലേ ആ വ്യക്തിക്ക് ഇനി ഉറങ്ങാൻ പറ്റുള്ളൂ, ഒരു പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ ആകെ എല്ലാം തകിടം മറഞ്ഞ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. എല്ലാം ഒന്ന് തുറന്ന് പറയണം. അതാണ് ആ വ്യക്തിക്ക് വേണ്ടത്. നിങ്ങളുടെ ഒരു ചിരിയോ എന്തെങ്കിലും ഒന്നൊരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ മതി ആ വ്യക്തിക്ക്. വേറെ ഒന്നും വേണ്ട. നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അതാണ് നൈറ്റ് ഓഫ് കപ്പിൽ ആ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് 2 of Pentacles. കൺഫ്യൂഷൻ. ബാലൻസ് ആക്കണം. എല്ലാം കൺഫ്യൂഷനിലാണെന്നുള്ള ബാലൻസ് കൊണ്ടുവരണം. ഒന്നിനും ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ. ജഗ്ലിങ്.
എന്ത് സംഭവിക്കും, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എന്നേക്കുമായി വിട്ടുപോയോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ആ വ്യക്തിക്ക് എല്ലാം ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കെണിയിലാണ് തേർഡ് പാർട്ടി പെടുത്തിയേക്കുന്നത്. അതാണ് 2 ഓഫ് കപ്പായ നിങ്ങളാ അങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. അതാണ് തേർഡ് പാർട്ടീൻ്റെ മിടുക്കാണ് അതൊക്കെ. ഇങ്ങനെ 2 ഓഫ് കപ്പായിട്ട് ഇങ്ങനെ മിററിങ് ആയിട്ട് നിങ്ങൾ അങ്ങനെ പ്രണയിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തേർഡ് പാർട്ടി സെപ്പറേറ്റ് ആക്കി. നെക്സ്റ്റ് പേജ് ഓഫ് വൺസ് ആണ്. എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുക്കും വരാൻ തയ്യാറായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ആ വ്യക്തിയുടെ അത്രയും 3 ഓഫ് സോഡിലെ ഹാർട്ട് ബ്രേക്ക് ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യം വേണം. എന്തിനും ഒരു തുറന്നു പറഞ്ഞ് നിങ്ങൾ ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് ആ വ്യക്തിക്ക് നിങ്ങളെയും കൊണ്ടുവരണം. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. എന്ത് തെറ്റുണ്ടെങ്കിലും വന്നിട്ട് പറഞ്ഞ് നിങ്ങളിൽ നിന്നൊരു പോസിറ്റീവായ ഒരു മറുപടി കിട്ടണം. എന്നാലേ ആ വ്യക്തിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ ഒന്ന് കാണണം, അത്ര വേണ്ടോ. അതിനു വേണ്ടിയാണ് പേജ് ഓഫ് സോഡിൽ ആ വ്യക്തി റിസ്ക് എടുക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ വേണ്ടി പല മാർഗവും ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട്. അത്രയും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഒന്നും നോക്കാതെ എടുത്ത് ചാടി തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് ചാടി തേർഡ് പാർട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. നിങ്ങളാ ഒരു ഓപ്ഷനായി കണ്ടു. അതാണ് നിങ്ങൾ വെറും ഒരു ഓപ്ഷൻ ആയിരുന്നു എന്നാണ് അന്നേരം ആ വ്യക്തി വിചാരിച്ചത്. അപ്പം നിങ്ങൾ ഓപ്ഷൻ അല്ല, ഇതാരാണ്? നിങ്ങൾ 2 ഓഫ് കപ്പാണ്. നെക്സ്റ്റ് കാർഡ് സ്റ്റാർ കാർഡാണ്. ആ വ്യക്തിയുടെ സ്റ്റാറാണ് നിങ്ങൾ. ആ വ്യക്തിയുടെ വിശ്വാസവും പ്രതീക്ഷയും ഒരു കുഞ്ഞിനെയെല്ലാം ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കാണ് ഒരു കുഞ്ഞെല്ലാം ഉണ്ടാവാനെല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളിൽ തന്നെ തിരിച്ചു വരും ആ വ്യക്തി. എന്ത് വേദന ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഈ ബന്ധം നല്ല ബന്ധമാക്കി ആക്കണം. ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ഈ ബന്ധത്തിൽ അത്രയും പ്രതീക്ഷയാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ സെപ്പറേറ്റ് ആയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത്. ആദ്യം വിചാരിച്ചൊരു 1000 ചോയ്സ് ഉള്ളതിൽ ഒരു ചോയ്സ് ആണെന്നാണ് ആ വ്യക്തി വിചാരിച്ചു പോയത്. അതാണ് ആ വ്യക്തിക്ക് പറ്റിയത്. എൻ്റെ വെളിച്ചമാണ്, എൻ്റെ എല്ലാമാണ് എന്നാണ് ആ വ്യക്തി സ്റ്റാർ കാർഡിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എൻ്റെ എല്ലാവിധ സക്സസ്സും എൻ്റെ ധൈര്യവും എൻ്റെ ശക്തിയും എല്ലാം എൻ്റെ വ്യക്തിയാണ് എന്നാണ് വ്യക്തി ചിന്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്പാണ്. മിററിംഗ് ആണ്. ഒരുപോലത്തെ സ്നേഹമാണ് 2 പേർക്കും ഉള്ളിലുള്ളത്. ഒരു അടിത്തറയുള്ള ബന്ധമാണ്, സോൾ ടു സോൾ ബന്ധമാണ്. ഡിവൈൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണിത്. അതാണ് 2 ഓഫ് കപ്പ്. 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ മറ്റൊരാളും ചിന്തിക്കുന്നത്. ഇവിടെ സംഭവിച്ചെന്താ? തേർഡ് പാർട്ടി ഒരുക്കിയ കെണിയിൽ ആ വ്യക്തി പോയി വീണ് കൊടുത്തു. അത് തന്നെ. നിങ്ങൾ ഇതേപോലെ സ്നേഹം പങ്കുവെക്കേണ്ട ആളാണ്. 2 പേർക്കും ഒരുപോലത്തെ സ്നേഹമാണ്. ഇമോഷണലി 2 പേരും കണക്റ്റാണ്. കൊടുത്ത സ്നേഹം അത് ഇരട്ടിയായിട്ട് തിരിച്ചു തരണം എന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്ന റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ട്. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ മറ്റാർക്കും പറ്റില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണ്. അപ്പം അത്രയും അട്രാക്റ്റാണ് 2 പേരും തമ്മിലുള്ള അട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്ക് അട്രാക്റ്റാണ്. നിങ്ങൾക്ക് പകരം വേറെ ആരെയും കിട്ടിയിട്ടും 2 പേർക്കും കാര്യമില്ല. ഫസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെയൊരു സെപ്പറേറ്റും തേർഡ് പാർട്ടിയെല്ലാം വന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായി ഇതെന്താണ്, ഇതിന്റെ പവർ എന്താണ്, എൻ്റെ വ്യക്തിയും ഞാനും തമ്മിലുള്ള ആ പവർ എന്താണെന്നുള്ളത് മനസ്സിലായി. ഈ ബന്ധത്തെ തകർക്കാൻ ഇനി ആര് വിചാരിച്ചാലും കഴിയില്ല. വീണ്ടും നിങ്ങൾ പഴയതിലും നല്ല സ്നേഹം തന്നെ നിങ്ങൾ കൈമാറുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാ തെറ്റിദ്ധാരണയും പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ട് 2 പേരും സ്നേഹം കൈമാറും. ഇപ്പോൾ ഉള്ളതിനേയും കാണി അതിശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമെന്നാണ്
യൂണിവേഴ്സ് പറയുന്നത്. ഏത് തേർഡ് പാർട്ടി ഒരിക്കൽ കെണിയിൽ വീണാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേരുക തന്നെയും അതിശക്തമായിട്ട്. നെക്സ്റ്റ് 6 of Wands ആണ്. ഒരു അറിയപ്പെടുന്ന സക്സസ്സിലേക്ക് 6 of Wands ഒരു പ്രയത്നിച്ച് വിജയിക്കും ആ വ്യക്തി എന്നാണ് പറയുന്നത്. ഒരു പ്രസക്തി, അഭിമാനം എല്ലാം സ്ഥിരമായിട്ട് ഒരു വിജയം, സന്തോഷം തന്നെ, സന്തോഷത്തിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. റീയൂണിയൻ എന്തായാലും സംഭവിക്കും. 2 of Cups എന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിച്ചേ പറ്റും. ലൈഫ് ലോങ് നിങ്ങളെ തന്നെ വേണം ആ വ്യക്തിക്ക്. ആ വ്യക്തി തീരുമാനിച്ച് എന്തായാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ തീരുമാനിച്ചിട്ട് ആ വ്യക്തി വരികയാണ്. എല്ലാ സക്സസ്സും നേടിയിട്ട് നിങ്ങളിലേക്ക് വരികയാണ് ആ വ്യക്തി. സിക്സ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതൊരു മാരേജിലേക്ക് തന്നെ നിങ്ങൾ തന്നെ കപ്പ് ഓഫ് ലവ് കൈമാറുക തന്നെ ചെയ്യും. പഴയതിലും നല്ല ബോണ്ടിങ് ആയിട്ട് വന്നേ പറ്റൂ. അപ്പം 5 of Wands നെക്സ്റ്റ്. 5 of Wands മനസ്സിൽ അങ്ങനെ ഫൈറ്റ് നടക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ, നിങ്ങളിനി വേണ്ടാന്ന് പറയുമോ എന്നൊക്കെയുള്ള മനസ്സിൽ ആ വ്യക്തിക്ക് ചിന്ത അങ്ങോട്ട് വരാനങ്ങോട്ട് റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി മനസ്സിൽ അങ്ങനെ സംഘർഷം, കൺഫ്യൂഷൻ, വളരെ വളരെ ഉറക്കം നഷ്ടമായിട്ട് ആ വ്യക്തി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ചലഞ്ച് തോന്നുന്നുണ്ട് ആ വ്യക്തിക്ക്. ഇനി വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് സംഭവിക്കുക, നിങ്ങൾ എന്താണ് പറയുക എന്നൊക്കെയുള്ള പേടി ആ വ്യക്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതേപോലത്തെ തെറ്റല്ലേ നിങ്ങളോട് കാണിച്ചത്. അപ്പം അതോർക്കുമ്പം എന്താണ് സംഭവിക്കുക, ഇനി അങ്ങോട്ട് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടി. നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഞാനില്ലേ എന്നൊക്കെയാണ് പേടി. നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് ആണ്. ധൈര്യം വീണ്ടെടുക്കുന്നുണ്ട്, ധൈര്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ്. എല്ലാത്തിനും ഒരു നിയന്ത്രണം, ഒരു ആന്തരിക ശക്തി, ഒരു ആത്മവിശ്വാസം, സ്വാധീന ശക്തി എല്ലാം എൻ്റെത്, എൻ്റെ വ്യക്തിയാണ് എന്ന് ഓർക്കുകയാണ്. നിങ്ങളെ മാനസികമായി രണ്ടുപേരും ചേരുമ്പോഴാണ് രണ്ടുപേർക്കും ധൈര്യവും എല്ലാം വരുന്നത്. എല്ലാം നിങ്ങൾക്ക് തരാത്ത സ്നേഹം എല്ലാം തരണം. ഇതുവരെ തേർഡ് പാർട്ടിയുടെ കെണിയിൽ വീണിട്ടും നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ചതിനും ഇനി തരാത്ത സ്നേഹം മൊത്തം തരണം. അത്രയും സ്ട്രെങ്ത്താണ്. ഈ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആഴം അവരുടെ മനസ്സിനെ നിങ്ങൾ തമ്മിലുള്ള മാനസിക ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ തേർഡ് പാർട്ടീൻ്റെ ബ്ലാക്ക് മാജിക്കിലെല്ലാം വീണ് കുറച്ച് അകന്നെങ്കിലും അതിൻ്റെ ഡബിൾ പവറായിട്ട് ആ വ്യക്തി എല്ലാം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡീപ്പായ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് ഇനി തകർക്കാൻ ആർക്കും കഴിയില്ല. ആ ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്ന സെപ്പറേറ്റ് ആണിത്. ഇത്രയും ബോണ്ടിങ് വരണം, അതിനു വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത്. ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തകർക്കാൻ കഴിയില്ല. ആ വ്യക്തി പറയുന്നത് നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി അത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളുടെ കെമിസ്ട്രി നമുക്കേ മനസ്സിലാവുന്നതാണ് ആ വ്യക്തി പറയുന്നത്. 2 of Cups അല്ലേ? അപ്പം അത്രയും സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബോണ്ടിങ് ആർക്കും അത് പിടികിട്ടില്ല. അത്രയും സ്ട്രോങ് ആണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്. ഇനി ഒരു തേർഡ് പാർട്ടി വന്നാലും ആര് വന്നാലും നമ്മളെ തകർക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മൾ എന്താണെന്നുള്ളത്. അപ്പം ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ രണ്ടുപേരും നമ്മളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. നമ്മളാണ്. നമ്മൾക്കിടയിൽ മറ്റൊരാൾക്കും കയറി കളിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഹാർട്ട് ബ്രേക്ക് വരില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടോ പല പ്രശ്നങ്ങളോ ഭൂമി കുലുക്കോ എന്തുണ്ടായിക്കോട്ടെ, നമുക്ക് ഹാർട്ട് ബ്രേക്കിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ല. അതെല്ലാ കപ്പിൾസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. നമ്മളാണ്. നമുക്കിടയിൽ മൂന്നാമതൊരാളില്ല എന്ന ഒരു തീരുമാനം രണ്ടുപേരും എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോണ്ടിങ് ഇനി പ്രളയം വന്നാലും ഭൂമി കുലുക്കം വന്നാലും, പ്രളയം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും പോകാം, ഓക്കെ. ഇനിയിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാവുന്നില്ല, ഓക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ വന്നോട്ടെ. എന്ത് വന്നാലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഹാർട്ട് ബ്രേക്കിൽ പോകേണ്ടി വരില്ല. അതെല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് കാർഡ് മൂൺ കാർഡാണ്. ആ വ്യക്തിക്ക് നല്ല ഭയമുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ ആരെങ്കിലും ആയിട്ടുണ്ടാവോ, നിങ്ങൾ വേറെ ആരെങ്കിലും കാണുമ്പോൾ അപ്പം അങ്ങനെ ഇവിടെയുള്ള സ്ട്രെങ്ത് ആണ്, ആൻറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞാലും ആ വ്യക്തി നല്ല ഭയക്കുന്നുണ്ട്. മൂൺ കാർഡിൽ
ആശയക്കുഴപ്പം വല്ലാമത്തെ എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെയല്ല ചെയ്തു പോയി. ഞാൻ നിങ്ങളോട് വന്ന് പറയും എന്തൊക്കെയാണ് വന്ന് പറയേണ്ടത് ഒന്നും അവർക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. മുൻകാണ്ടിൽ ഭയങ്കര കൺഫ്യൂഷനും പേടിയും ഉത്കണ്ഠയും, എന്താ ഈ ബന്ധം എന്താവും എന്നൊക്കെയുള്ള ഭയമുണ്ട്. ഇവിടെ സ്ട്രെങ്ത്തിൽ ധൈര്യം വന്നെങ്കിലും മുൻകാണ്ടിൽ എല്ലാം പോയി. വളരെ ടെൻഷൻ അടിക്കുന്നു. ഭയം, നിങ്ങൾ നഷ്ടമാവുമോ, എന്നേക്കുമായി നഷ്ടമാവുമോ, വേണ്ടാന്ന് പറയോ, എന്നെ വേണ്ടാന്ന് ഇനി പറയോ ഒന്നൊക്കെയുള്ള ടെൻഷനാണ് ഇവിടെ മുൻകാർഡിൽ. മുൻകാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷനാണ്. മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടാത്ത ടെൻഷൻ അനുഭവിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്യോ, നിങ്ങൾക്കിനി വേറെ ആരെങ്കിലും മനസ്സിലായിപ്പോയോ എന്നൊക്കെയാണ് ടെൻഷൻ. നെക്സ്റ്റ് ഓട്ടം കിട്ടിയിരിക്കുന്നത് 3 of Wands ആണ്. തേർഡ് പാർട്ടി അതിശക്തമായ തേർഡ് പാർട്ടിയാണ്. അപ്പം ആ വ്യക്തി നിങ്ങൾ എന്ന ഫാഷനെ തന്നെ ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും മുന്നോട്ട് തന്നെ, ഒരു കാരണവശാലും നിങ്ങളെ നഷ്ടപ്പെടാണ്ട് വീണ്ടെടുക്കും എന്ന് പോലെ തന്നെ. തേർഡ് പാർട്ടീൻ്റെ ഇതിൽ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ നഷ്ടമായത്. നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്ത് നിങ്ങളെന്ന ഫോക്കസ് എന്ന ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ആ വ്യക്തി നിൽക്കുകയാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ ഭാവിയെ വീണ്ടും ഒരു സ്വന്തമാക്കിയിട്ട് നല്ല ഒരു ബോണ്ടിങ് ആയിട്ട് എല്ലാ തേർഡ് പാർട്ടീൻ്റെ മുന്നിലും കാണിച്ചു കൊടുക്കണം നമ്മളുടെ ബോണ്ടിങ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അത്രയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തു യൂണിവേഴ്സ്. നിങ്ങളെ വിട്ടുപോയ നിമിഷം തൊട്ടിട്ട് ആ വ്യക്തി കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടമാകാൻ തുടങ്ങി. അതെല്ലാം യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് ഈ വ്യക്തി, നിങ്ങൾ തമ്മിലുള്ള എന്ത് സ്നേഹമാണ് ഇത്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ മിററിങ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഊർജം പ്രവഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം പങ്കുവെക്കേണ്ടവരാണ്. അപ്പം ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെപ്പറേറ്റ് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വ്യക്തിക്ക് എല്ലാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയ പാടനെ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടമാകും. അതിന് എല്ലാം എന്തിനു പോയോ നഷ്ടം. അത് എന്തുകൊണ്ടാണ് ഇത് അവർക്ക് തന്നെ മനസ്സിലായി ഇതെന്താണ് സംഭവം. നിങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് ആ ഒരു ഊർജ്ജസ്വലമായ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി. കൂടെ ചേരുമ്പോഴാണ് അത് എല്ലാ കാര്യവും സക്സസ്സിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയപ്പോൾ എല്ലാ നഷ്ടങ്ങളാണ് വരുന്നത്. അത്രയും ബോണ്ടിങ് ആണെന്നുള്ളത് ഇത് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇത് ചോയ്സ് അല്ല, 1000 ചോയ്സ് അല്ല എന്നുള്ളത് ആ വ്യക്തിക്ക് ശരിക്കും യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു. അതാണ് ഒരു ആത്മീയ ആകർഷണമുള്ള ബന്ധമാണ്, ദൈവികമായ ഒരു ബന്ധമാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായി മനസ്സിലായി. ടു ഓഫ് കപ്പിനെയാണ് ഒരു ചോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് ചോയ്സ് പോലെ നിസാരമായിട്ട് അങ്ങോട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്ലാരിഫിക്കേഷൻ നോക്കട്ടെ. 2 സൺ കാർഡ്. ഇനി നിങ്ങളുടെ ലൈഫ് ഇതേപോലെയാണ്. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാ തരത്തിലും സക്സസ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. ലൈറ്റ്, എൻ്റെ ലൈറ്റാണ്, എൻ്റെ വെളിച്ചമാണ്, എൻ്റെ ധൈര്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലൈറ്റ് തന്നെ നീയാണ്. നീ പോയപ്പോൾ എനിക്ക് ലൈറ്റില്ല, നിനക്ക് പ്രകാശമില്ല, എൻ്റെ എല്ലാം പോയി, നീ എൻ്റെ ലൈറ്റായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരുമെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. സൺ കാർഡിൽ എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാം പറയാം. ഒന്നും കൂടി എടുത്തോട്ടെ. ഒരുപാട് വഞ്ചന ആണ് ആ വ്യക്തിക്ക് കിട്ടിയത്. തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ വഞ്ചന കൊണ്ട് ആ വ്യക്തി ഓടുക. വ്യക്തിയൊക്കെ ഓടുന്ന ടു ഓഫ് കപ്പ്. ആ വ്യക്തിയിലേക്ക് തന്നെ ഉള്ളിൽ എല്ലാം മനസ്സിലാക്കി എന്താണ് സംഭവിച്ചത്, എന്താണ് എനിക്ക് പറ്റിപ്പോയത്. ആ വ്യക്തി എന്നെ അറിഞ്ഞിട്ടില്ല എന്താ ഇത് സംഭവിച്ചത്. എൻ്റെ വ്യക്തി ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, എന്തൊക്കെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്കോ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയി. ഓ ലവേഴ്സ്, എൻ്റെ യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ജീവിച്ച്
കപ്പിൾസാണ്. കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചു, ഇനി ഈ ജന്മത്തിൽ ജീവിക്കണം, ഇനിയുള്ള ജന്മാന്തരങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമാണ് അങ്ങനെ ജീവിക്കേണ്ട യൂണിവേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട കപ്പിൾസാണ് നമ്മൾ. കണ്ടോ, ക്ലാരിഫിക്കേഷൻ വന്നുണ്ടോ? അപ്പം പിന്നെ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ എന്തോ നല്ലൊരു ബന്ധമാണ്. ആരുടെയൊക്കെയോ എനർജിയാണ് കിട്ടുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഏത് ഭഗവാന്റെ ബ്ലെസ്സിങ് ആണ് നോക്കാം. കാതെല്ലാം തിരിച്ച് മറിച്ചിട്ടല്ല, നേരാക്കട്ടെ. തെറിച്ച് വീണത് നോക്ക്. ഇതെടുക്കാം. തെറിച്ച് വീണതായത് കേട്ടോ. ആൻസിസ്റ്ററിൻ്റെ അനുഗ്രഹമാണ് കേട്ടോ ഇന്ന് നമുക്കുള്ളത്. ആൻസിസ്റ്റർ അത്ര കണ്ട് സന്തോഷത്തിൽ അനുഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പം ആൻസിസ്റ്റേഴ്സിന് എല്ലാം വേണ്ടതെല്ലാം ചെയ്യണം കേട്ടോ എല്ലാവരും. അവരാണ് നമ്മളെ അത്രയും കാക്കുന്ന ഏറ്റവും നമ്മുടെ പവർ. ആൻസിസ്റ്റർ ഇന്ന് ആരാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൻസിസ്റ്ററിൻ്റെ കാർഡാണ് തെറിച്ചു വീണത് കേട്ടോ. എല്ലാവർക്കും ആൻസിസ്റ്ററിൻ്റെ അനുഗ്രഹമുണ്ട് കേട്ടോ. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന നോക്കണം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ. എനിക്ക് സ്പിരിച്വൽ ലെസണെല്ലാം പഠിക്കാൻ കഴിഞ്ഞു, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഈ സെപ്പറേഷൻ ആയപ്പം ഒരുപാട് ദൈവത്തിനെ വിളിച്ചായിരിക്കും, അതിലൊരുപാട് നന്ദിയുണ്ടെന്ന്. ഐ ആം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കണക്ഷൻ. നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് ആ ബന്ധത്തിൻ്റെ അർത്ഥം മനസ്സിലായത്, ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ഫൈൻഡിങ് ഔട്ട് ദി ട്രൂത്ത് ക്രഷ്ഡ് മീ. സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദി ടൈമിംഗ് ജസ്റ്റ് വാണ്ട് റൈറ്റ് ഫോർ us. നമ്മുടെ സമയം ശരിയായിരുന്നില്ല. യു ആർ മൈ വേൾഡ്. നീയാണ് എൻ്റെ വേൾഡ് തന്നെ, നീയാണെന്നാണ് പറയുന്നത്. പോലീസ് ജർമ്മനി. ഇടുക്കി എൻ. കാസർഗോഡ് പി. ലോങ് ഹെയർ സ്ലിം ബോഡി. ഡാൻസർ അവിട്ടം. ചോതി എഫ്. തൃശ്ശൂർ എം. ഉരുട്ടാതി ഡ്രൈവർ. പാലക്കാട് എച്ച്. ട്വിൻ ഫ്ലെയിം പൂരാടം. ചെന്നൈ ആക്ടർ. ഉത്രാടം സോൾമേറ്റ്. തിരുവനന്തപുരം യു. കോട്ടയം ഡിസംബർ. എറണാകുളം എൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.